അതുപോലെ തന്നെ ഇതും എല്ലാം തികഞ്ഞൊരു കാറൊന്നുമല്ല. ഇതിനും ചെറിയ കുറവുകളുണ്ട്. കമ്പാരിറ്റീവ്ലി ആ കുറവുകൾ കുറവാണെന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വിറ്റുപോകുന്ന ഒരു ഇലക്ട്രിക് കാറാണ് ഈ കിടക്കുന്നത്. MGയുടെ വിൻസർ EV. ടാറ്റ ഒക്കെ പൊട്ടിച്ച് MG കയറിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസറാണ്. ജയരാജേട്ടനെ പലർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ ടെക് റിവ്യൂസ്, പുതിയ മൊബൈൽ ഫോൺസും ഇലക്ട്രോണിക് ആക്സസറീസും എല്ലാം പരിചയപ്പെടുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ EV കാറ് നമ്മളെ പരിചയപ്പെടുത്തി കുറച്ച് യൂസർ എക്സ്പീരിയൻസ്, കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് ഒരു കിടിലൻ യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ജയരാജേട്ടാ, ടോപ്പ് ഏറ്റവും കിട്ടിയിട്ടുള്ള റേഞ്ച് എത്രയാണ് ഇതിന്? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ചാർജിൽ ഞാൻ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 250-നും 300-നും ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. എങ്കിലും പല രീതിയിലും ടെസ്റ്റ് ചെയ്ത്, പല ടെറൈൻസിലും ടെസ്റ്റ് ചെയ്ത് വണ്ടിയുടെ കുറച്ച് പോരായ്മകളുണ്ടല്ലേ. എല്ലാം തികഞ്ഞ വണ്ടിയല്ല എന്ന് പറഞ്ഞു. ഒരു വണ്ടിയില്ല എല്ലാം തികഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പോരായ്മകളൊക്കെ ആയിട്ട് ഒരു കിടിലൻ യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. വാക്ക് വിത്ത് നഫ് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക. കാണാൻ മറക്കണ്ട. അതെ.